വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, SSLC ഹിന്ദി ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്ററായ റെയിൻ ബസേരെ മേം എന്ന യാത്രാവൃത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും എല്ലാമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദിൻ കാ ആകാശ് ഹേ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹേ ഹൗസ് ഓഫ് കോമൺസ്, ഇസ്സെ ആപ്നെ ക്യാ സമझ? പകലിലെ ആകാശം ഹൗസ് ഓഫ് ലോർഡ് ആണ്, രാത്രിയിലെ ആകാശം ഹൗസ് ഓഫ് കോമൺസും. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ആൻസർ: ഹൗസ് ഓഫ് ലോർഡ്സ് വിശേഷ് ലോഗോം കാ സദൻ ഹേ. ഹൗസ് ഓഫ് ലോർഡ്സ് എന്നത് വിശേഷ ആളുകളുടെ, പ്രത്യേക ആളുകളുടെ സഭയാണ്. സദൻ, സഭ. ജബ്കി എന്നാൽ ഹൗസ് ഓഫ് കോമൺസ് ആം ജനതാ കാ സദൻ ഹേ. ഹൗസ് ഓഫ് കോമൺസ് എന്നത് സാധാരണക്കാരുടെ സഭയാണ്. ഇസി പ്രകാർ ദിൻ മേം സൂര്യ അകേലാ ദിക്കായി ദേത്താ ഹേ. ഇതുപോലെ തന്നെ പകൽ സമയത്ത് സൂര്യൻ ഒറ്റക്കാണ് കാണുന്നത്. അകേല, ഒറ്റക്ക്. ജബ്കി രാത് മേം ചാന്ദ് ഔർ അനേക് താരെ ഏക് സാത്ത് ചമക്തേ ഹേ. എന്നാൽ രാത്രിയിലെ ചന്ദ്രനും അനേകം നക്ഷത്രങ്ങളും ഒരുമിച്ച് പ്രകാശിക്കുന്നു. ചമക്തേ ഹേ, പ്രകാശിക്കുന്നു, തിളങ്ങുന്നു എന്നൊരർത്ഥം കൂടെ ഉണ്ട്. ഇവിടെ പ്രകാശിക്കുന്നു. ഇവിടെ പകലിലെ ആകാശത്തിന് ഹൗസ് ഓഫ് ലോർഡ്സിനോടും രാത്രിയിലെ ആകാശത്തെ ഹൗസ് ഓഫ് കോമൺസിനോടും ഉപമിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇസ് പാനി സെ കിസാനോം കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹേ ക്യോ? ഈ മഴ കാരണം കർഷകർക്ക് വലിയ നഷ്ടം സംഭവിക്കുകയാണ്. എന്തുകൊണ്ട്? നുക്സാൻ, നഷ്ടം. ആൻസർ നോക്കൂ. ഉപജ് കി കടായി കാ സമയ് ചൽ രഹാ ഥാ. വിളവെടുപ്പ് സമയം നടക്കുകയായിരുന്നു. സബീ ഖേത്തോമേ സോയാബീൻ കി ഫസൽ കാട്ടി ജാ രഹി ഥി. എല്ലാ വയലുകളിലും സോയാബീൻ വിള കൊയ്തു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. യാ ഫിർ കട്ടേ ഹുയേ സോയാബീൻ കെ ടേർ ലഗേ ഥേ. അല്ലെങ്കിൽ കൊയ്തെടുത്ത സോയാബീൻ കൂമ്പാരമായി കൂട്ടിവെച്ചിട്ടുണ്ട്. ടേർ, കൂമ്പാരം. लगातार वर्षा होने के कारण फसल के ഖരാബ് होने का ഖतरा था. തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ വിള നശിക്കുവാനുള്ള ഭീഷണിയും ഉണ്ടായിരുന്നു. ലഗാതാർ, തുടർച്ചയായി. ഖരാബ്, നശിക്കുക. ഖതര, ഭീഷണി. സോയാബീൻ കൊയ്തു കൊണ്ടിരിക്കുന്ന ടൈമാണ്. ചില സ്ഥലങ്ങളിൽ സോയാബീൻ കൊയ്ത് കൂമ്പാരമായി കൂട്ടിവെച്ചിട്ടുണ്ട്. ആ സമയത്ത് ശക്തമായി മഴ പെയ്യാണ്. അതുകൊണ്ടാണ് ഈ മഴ കൊണ്ട് കർഷകർക്ക് വലിയ നാശം സംഭവിക്കും എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐസാ ലഗത്താ ഥാ മാനോ യഹ് രാത് കഭി ഖത്തം ഹി നഹി ഹോങ്കി. ലേഖക് കോ ക്യോ ഐസാ ലഗത്താ ഥാ? ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നി. ലേഖകന് അങ്ങനെ തോന്നാൻ കാരണം എന്തായിരുന്നു? ആൻസർ നോക്കൂ. രാത് കെ സമയ് ഏക് പാഗൽ ആദ്മി ലേഖക് കെ പൈരോം കെ പാസ് ആകർ സോ ഗയാ. രാത്രിയിലെ ഒരു ഭ്രാന്തനായ മനുഷ്യൻ ലേഖകന്റെ കാലുകൾക്കരിയിൽ വന്ന് കിടന്നുറങ്ങി. വഹ് ഉൻസെ ബേസിർ പൈർ കാ പ്രശ്ന പൂച്ച്നെ ലഗാ. അയാൾ അവരോട് അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ജബ് ലേഖക് കോയി ഉത്തർ നഹീ ദേത്തെ തോ വഹ് ചാബുക് സെ മാർനെ കി ധമകി ദേത്താ ഥാ. ലേഖകൻ മറുപടി ഒന്നും പറയാത്തപ്പോൾ അദ്ദേഹം ചാട്ടവാർ കൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആസ് പാസ് കെ ഗരോം സെ ഭി മദദ് കെ ലിയെ കോയി നഹിയും ആയ. അടുത്തുള്ള വീടുകളിൽ നിന്നൊന്നും സഹായത്തിന് വേണ്ടി ആരും വന്നില്ല. ഉസ് സമയ ലേഖക് കോ ലഗാ കി യഹ് രാത് കഭി ഖത്തം നഹി ഹോഗി. ആ സമയത്ത് ലേഖകന് തോന്നി ഈ രാത്രി എന്താ ഒരിക്കലും അവസാനിക്കുന്നില്ലേ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിതാബേം ഉസ്നെ ഗോൽക്കർ ദേഖി ഫിർ ജ്യോം കി ത്യോം വാപസ് രഖ് ദി. യഹാ അപരിചിത വ്യക്തി കാ കോൻ സാ മനോഭാവ് പ്രകട ഹോത്താ ഹേ. പുസ്തകങ്ങൾ അയാൾ തുറന്നു നോക്കി, പിന്നീട് എങ്ങനെയാണോ അങ്ങനെ തന്നെ വെച്ചു. ഇവിടെ അപരിചിതനായ വ്യക്തിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാവുന്നത്? ആൻസർ: ഇസ്കാ കാരൺ ഷായദ് യഹ് ഹേ. ഇതിന്റെ കാരണം ഇങ്ങനെയാവാം. കി ഉസ്കി വിക്ഷിപ്ത അവസ്ഥ മേം ഭി ഉസ്കെ മൻ മേം യഹ് സംസ്കാർ ദബാ പടാ ഥാ. അദ്ദേഹത്തിന്റെ ഈ ഭ്രാന്താവസ്ഥയിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംസ്കാരം പതിഞ്ഞിരിക്കുന്നുണ്ട്. കി പുസ്തക ഔർ ഗുരു കാ ആദർ കർണ ചാഹിയെ. പുസ്തകങ്ങളെയും ഗുരുക്കന്മാരെയും ആദരിക്കണമെന്ന്.
അദ്ദേഹത്തിന്റെ ഈ ഭ്രാന്താവസ്ഥയിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പുസ്തകങ്ങളെയും ഗുരുക്കന്മാരെയും ആദരിക്കണമെന്ന സംസ്കാരം പതിഞ്ഞിരിക്കുന്നുണ്ടാവാം. നെക്സ്റ്റ്, ഗുത്തി സുൽച്ചനെ ലഗി സെ ആപ്പിനെ ക്യാ സമച്ച. ഗുത്തി സുൽച്ചനെ ലഗി എന്നതിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ആൻസർ, ഗുത്തി സുൽച്ചനെ ലഗി കാ അർത്ഥ് ഹേ. ഇതിന്റെ അർത്ഥം ഇതാണ് कि धीरे धीरे समस्या का समाधान मिलने लगा. പതുക്കെ പതുക്കെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാൻ തുടങ്ങി എന്നാണ്. നെക്സ്റ്റ്, लेखक भय और आतंक की उस रात को मिला सम्मान अपूर्व मानते हैं क्यों? ഭയവും ഭീതിയും നിറഞ്ഞ ആ രാത്രി ലഭിച്ച ആദരവിനെ ലേഖകൻ അസാധാരണമെന്ന് കരുതിയത് എന്തുകൊണ്ടാണ്? आंसर, लेखक शिक्षक मालूम होने पर अपरिचित आदमी का व्यवहार एकाएक बदल गया. ലേഖകൻ ഒരു എഴുത്തുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ അപരിചിതനായ ഈ വ്യക്തിയുടെ പെരുമാറ്റം പെട്ടെന്ന് മാറി. इसलिए അതുകൊണ്ട് उसने अपना भयानक रूप छोड़कर उनके पैर दबाना शुरू किया. അദ്ദേഹത്തിന്റെ ആ ഭയാനക രൂപം മാറ്റി അദ്ദേഹം ഇയാളുടെ കാല് തടവാൻ ആരംഭിച്ചു. ലേഖകോ പഹലെ ബി കൈ സമ്മാൻ മിലേതേ. ലേഖകന് ആദ്യം ഒരുപാട് ആദരവ് ലഭിച്ചിട്ടുണ്ട്. ലേക്കിൻ പക്ഷേ ഇസ് പാഗൽ ആദ്മി കാ സമ്മാൻ ഉനെ അപൂർവ ലഗ. ഈ ഭ്രാന്തനായ വ്യക്തിയുടെ ഈ ആദരവ് അദ്ദേഹത്തിന് അസാധാരണമായി തോന്നി. ഇനി ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് മാത്രം എടുത്തെഴുതുക. നോക്കുക. അമൃതലാൽ വേങ്കടിനെ നർമ്മദാക്കെ കിനാരെ പദയാത്രാക്കി. അമൃതലാൽ വേങ്കട് നർമ്മദാ നദിയുടെ തീരത്ത് പദയാത്ര നടത്തി. ശരിയാണ് അല്ലേ? ബാരിഷ് ഹോനേസെ യാത്രിയോംകോ പത്തോഡ ഗാവ് മേം ഹി രുക്നാ പടാ. മഴ പെയ്തപ്പോൾ യാത്രക്കാർക്ക് പത്തോഡ ഗ്രാമത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അതും ശരിയാണ്. ലേഖക ഔർ സഹായക മന്ദിർ കി ഛത്ത് പർ സോ ഗയി. ലേഖകനും സഹായിയും ക്ഷേത്രത്തിന്റെ റൂഫിലാണ് ഉറങ്ങിയത്, മേൽക്കൂരയിലാണ് ഉറങ്ങിയത്. ശരിയാണോ? അല്ല. ചോട്ടുവിനെ ഗാവ് വാലോം കെ ലിയെ ഖാന പക്കായ. ചോട്ടു ഗ്രാമവാസികൾക്കായി ഭക്ഷണം പാചകം ചെയ്തു. ശരിയല്ല അല്ലെ? നീന്ത് ഗുൽത്തേഹി ലേഖകനെ ഏക് സ്ത്രീക്കോ അപ്പനെ പാസ് ബൈഠേ ദേഖേ. ഉറക്കമുണർന്ന ഉടനെ ലേഖകൻ തന്റെ സമീപത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നതായി കണ്ടു. ശരിയാണോ? അല്ല. പാഗൽ ആദ്മീനെ ചാബുക് സെ യാത്രിയോം കോ മാരാ. ഭ്രാന്തനായ വ്യക്തി ചാട്ടവാർ കൊണ്ട് യാത്രക്കാരെ അടിച്ചോ? ഇല്ല. പാഗൽ ആദ്മീനെ പിട്ടു സെ കിതാബെ നികൽക്കർ ഫെങ്കതി. പാഗൽ ആദ്മി പെട്ടിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് എറിഞ്ഞിട്ടില്ല. പാഗൽ ആദ്മി ലേഖകെ പൈർ ദബാത്താ രഹാ. ഭ്രാന്തനായ വ്യക്തി എഴുത്തുകാരന്റെ കാലുകൾ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് ശരിയാണ്. ലേഖകെ ഹാത്ത് മേം 20 പൈസേ കാ സിക്ക രഖ്കർ പാഗൽ ആദ്മി ചലാ ഗയാ. ലേഖകന്റെ കയ്യില് 20 പൈസയുടെ നാണയം വെച്ചിട്ട് ഭ്രാന്തനായ ആള് പോയി. ശരിയാണ്. പാഗൽ ആദ്മി ചോട്ടു കോബി സാത്ത് ലേ ഗയാ. പാഗൽ ആദ്മി ഭ്രാന്തനായ വ്യക്തി ചോട്ടുവിനെയും കൂടെ കൊണ്ടുപോയി. ശരിയല്ല അല്ലെ? അപ്പൊ ഇത് 4 ശരിയായ ആൻസർ. നെക്സ്റ്റ്, പാത്രം കി വിശേഷതായും പഹച്ചാനും. കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ തിരിച്ചറിയുക. इस यात्रावृत्त के प्रसंग में कौन कौन आपके सामने आते हैं? उनकी വിശേഷതായും क्या क्या है? ഈ യാത്രാ വിവരണത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? താലികാമേം ലിഖേം. പട്ടികയിൽ എഴുതുക. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പാത്ര ഇതിൽ കഥാപാത്രങ്ങളുടെ പേര്, ഭൂമിക അവരുടെ പങ്ക്, വിശേഷതായും അവരുടെ പ്രത്യേകത. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ലേഖകൻ, നർമ്മദാ പദയാത്രി, ആത്മസംയം വാല വ്യക്തി, ആത്മസംയമനം പാലിക്കുന്ന വ്യക്തിയാണ്. ചോട്ടു ആരാണ്? ലേഖക കാ സഹായക്, വിശ്വസ്ത സേവക്. अपरिचित व्यक्ति पागल आदमी, शिक्षकों के प्रति आदर करने वाला. पड़ोस के युवक,
അയൽവാസിയായ യുവാവ് അപരിചിത വ്യക്തി കാ ബേട്ട അപ്പനെ പിതാജിക്കോ ആദർ കർണേ വാല, തന്റെ അച്ഛനെ റെസ്പെക്ട് ചെയ്യുന്നവനാണ്. നെക്സ്റ്റ്, അർത്ഥ ഡൂണ്ടേ, അർത്ഥം കണ്ടെത്തുക. യാത്രാവൃത്ത് में इन मुहावरा का प्रयोग कहाँ हुआ है? वहां प्रत्येक मुहावरा का क्या अर्थ मिलता है? ഈ യാത്രാ വിവരണത്തില് ഈ മുഹാവരകൾ, ഈ പ്രയോഗങ്ങൾ എവിടെയെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അവ ഓരോ മുഹാവരയുടെയും അർത്ഥം എന്താണ്? ഇവിടെ 4 മുഹാവര കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവയുടെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഊൽജലൂൽ ബക്കിന. ഊൽജലൂൽ ബക്കിന എന്ന് വെച്ചാൽ ബേക്കാർക്കി ബാത്തേം കഹിന, വെറുതെ സംസാരിക്കുക, അനാവശ്യമായി സംസാരിക്കുക. ബേസിർ പയർക്ക സവാൽ കർണ, ബേത്തുക്ക് സവാൽ പൂച്ചിന, അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. ദൗംസ് സഹിന, ദമക്കി സഹിന, ഭീഷണി സഹിക്കുക. ഗുത്തി സുൽച്ചന, ജഡിൽ സമസ്യാക്ക ഹൽ നിക്കൽന, പ്രശ്നപരിഹാരം കാണുക. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, വിശേഷൺ ശബ്ദം കോ പഹിച്ചാനെ, വിശേഷണ പദങ്ങളെ തിരിച്ചറിയുക. യാത്രാവൃത്ത് में വിശേഷൺ ശബ്ദ യുക്ത വാക്യം കാ ബഹുത്ത് പ്രയോഗ ഹുവാ ഹെ. ഈ യാത്രാ വിവരണത്തില് വിശേഷണ പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഐസേ വാക്യ ചുൻകർ ലിഖെ, അങ്ങനെയുള്ള വാക്യങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതുക. ഔർ വിശേഷൺ ശബ്ദം കോ രേഖാങ്കിത് കരേൻ, വിശേഷണ പദങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുച്ചേ ജോ സമ്മാൻ മില വഹ് അപൂർവത, എനിക്ക് ലഭിച്ച ആദരവ് അപൂർവമായിരുന്നു. ഇവിടെ അപൂർവ എന്ന വാക്കാണ് വിശേഷൻ. കബിയേക്ക് വിചിത്ര ഘടനാഗടി, അപ്പോൾ ഒരു വിചിത്രമായ സംഭവം നടന്നു. വിചിത്ര എന്ന വേർഡാണ് ഇവിടെ വിശേഷൻ. ഇതുപോലെ വിശേഷണ പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. എന്താണ് വിശേഷണ പദങ്ങൾ? അഡ്ജക്റ്റീവ് വേർഡ് എന്നാൽ നമ്മൾ നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിച്ച് പറയുന്ന വാക്കുകളാണ് വിശേഷൺ പദം. ഈ യാത്രാവൃത്തിൽ കുറേ വിശേഷണ പദം വന്നിട്ടുണ്ട്. നോക്കൂ, ആകാശമേം സഫേദ് തിൽ ബിക്കേർ ദിയേ ഹോ, ആകാശത്ത് വെളുത്ത എള്ള് വിതറിയത് പോലെ തോന്നി. ഇവിടെ സഫേദ് എന്നാണ് വിശേഷൻ. ഇസ് പകിടണ്ടി പത്തലി ഹോത്തെ ഹോത്തെ വഹ് ലുപ്ത് ഹോ ഗയി, ഈ നടപ്പാത, ഈ ഒറ്റയടിപ്പാത ക്രമേണ ഇടുങ്ങി ഇടുങ്ങി ഒടുവിൽ അപ്രത്യക്ഷമായി. ഇവിടെ പത്തലി എന്നാണ് വിശേഷൻ. വേ സിമ്മട്ടുകർ ഘനെ കാലേ മേഘോമേ പരിവർത്തിത് ഹോ രഹേതേ, അവ ഉരുണ്ടുകൂടി കട്ടിയുള്ള കറുത്ത മേഘങ്ങളായി മാറിക്കൊണ്ടിരുന്നു. കാലേ എന്ന വേർഡാണ് ഇവിടെ വിശേഷൻ. മന്ദിർ കെ ബരാമദേ മേ ലോഹെ കാ ജാലി വാല ദർവാസ ഹെ, ക്ഷേത്രത്തിന്റെ വരാന്തയിൽ ഇരുമ്പ് ജാലികളുള്ള ഒരു വാതിലുണ്ട്. ലോഹെ. ആജ് യഹി ബരാമദ ഹമാര റെയിൻ ബസേര ഹെ, ഇന്ന് ഈ വരാന്ത തന്നെയാണ് നമ്മുടെ രാത്രി താമസിക്കുന്ന സ്ഥലം, റെയിൻ ബസേര. നിരീഹ് സെ ദിഖ്നെ വാല ഇസ് ആദ്മീനെ യക്കായ്ക്ക് വികരാൽ രൂപ ധാരൻ കർ ലിയ, നിഷ്കളങ്കനായി കാണപ്പെട്ടിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് ഭീകര രൂപമായി മാറി. വികരാൽ രൂപ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ബാത്ത് ചീത്ത് ലിഖേ, സംഭാഷണം എഴുതുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭാഷണമാണ്. എക്സാമിന് 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപരിചിത വ്യക്തി के जाते ही छोटू ने दरवाजा बंद करके उस पर ताला लगा दिया. അപരിചിതനായ വ്യക്തി പോയ ഉടൻ തന്നെ ചോട്ടു വാതിൽ അടച്ച് അതിൽ പൂട്ടിട്ടു. ഇസ് പ്രസംഗ पर छोटू और लेखक के बीच की बातचीत लिखे, ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ചോട്ടും ലേഖകനും തമ്മിൽ നടന്ന സംഭാഷണം എഴുതുക. അപരിചിതനായ വ്യക്തി പോയപ്പോൾ ഇവർക്ക് 2 പേർക്കും സമാധാനമായി കാണൂല്ലേ. നോക്കൂ, ചോട്ടു, ഹേ ഭഗവാൻ വഹ് യഹാം സെ ചലാ ഗയാ, ഓ ഭഗവാനെ, അയാൾ ഇവിടെ നിന്ന് പോയി. ലേഖക്, ഹാം അതെ, ഹബ് ജാൻ മേം ജാൻ ആയി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ചോട്ടു,
സച്ച് കഹും തോ മേ ബഹുത്ത് ഘബരാ ഗയാ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വളരെ പേടിച്ചു പോയിരുന്നു. ലേഖക് മേരി ഹാലത്ത് ബി ഐസി ഥി. എന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ചോട്ടു വഹ് പാഗൽ ആദ്മി ധന. അദ്ദേഹം ഒരു ഭ്രാന്തനായിരുന്നു ല്ലേ. ലേഖകൻ ലേക്കിൻ ഐസാ ലഗത്താ ഹെ കി വഹ് പഠാ ലിഖാ വ്യക്തി ഹെ. പക്ഷെ എന്നാലും അയാൾ ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. ഐസാ ലഗത്താ ഹെ ഇങ്ങനെ തോന്നുന്നു കി എന്തെന്നാൽ വഹ് പഠാ ലിഖാ വ്യക്തി ഹെ അദ്ദേഹം ഒരു എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. ചോട്ടു ബിൽക്കുൽ ഷുവർ. ഉസ്നെ കിതാബോം കാ അനാദർ നഹി കിയാ. അദ്ദേഹം പുസ്തകങ്ങളോട് അനാദരവ് കാണിച്ചിട്ടില്ല. ലേഖക് ഉസ്നെ മേരെ ഹാത്ത് പൈർ ദബായെ. അദ്ദേഹം എന്റെ കൈകാലുകൾ മസാജ് ചെയ്തു തന്നു. ഔർ ശിക്ഷകോം കെ പ്രതി വി ഉസ്കെ മൻമേൻ സമ്മാൻ ഹേ. അധ്യാപകരോട് അദ്ദേഹത്തിന് വളരെ ബഹുമാനമുണ്ട്. ചോട്ടു അബ് ഡർ തോ നഹി ലഗ് രഹാ ഹേ ദ. ഇപ്പോൾ പേടിയാകുന്നില്ലല്ലോ, ഇനി പേടിക്കേണ്ടതില്ലല്ലോ. ലേഖക് നഹീം അബ് മേം ടീക് അബ് മേം ബിൽക്കുൽ ടീക് ഹും. ഇപ്പോൾ ഞാൻ വളരെ ഓക്കെയാണ്. ചോട്ടു അച്ഛാ ശരി. അബ് ഹമേം സോനാ ചാഹിയെ ഇനി നമുക്ക് ഉറങ്ങാം. ലേഖക് ഹാം ടീക് ഹും. അതെ ശരിയാണ്. ഇങ്ങനെ ഒരു സംഭാഷണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും എഴുതാം. നെക്സ്റ്റ് മൻ പസന്ത് പ്രസംഗ് യാത്രാവൃത്ത് സെ ചുനെ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം യാത്രാ വിവരണത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുക. ഉസ് പ്രസംഗ് പർ പടുക്കഥാ കാ ഏക് ദൃശ്യ ലിഖേം. ആ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു പടുക്കഥ എഴുതുക, ഒരു സ്ക്രിപ്റ്റ് എഴുതുക. ഔർ അഭിനയ് കരേം എന്നിട്ട് അഭിനയിക്കുകയും ചെയ്യുക. കുട്ടികളെ നിങ്ങൾക്ക് എക്സാമിന് നിർബന്ധമായും 4 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പടുക്കഥ തയ്യാർ കരേം. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നോക്കൂ. रात को जब मैं उठा तो मेरे पैरों के पास की गाली दरी पर एक आदमी गुड़ी मुड़ी पड़ा था. उसने कुछ भी ओढ़ा नहीं था. लेटे लेटे बड़बड़ा रहा था मानो कहानी सुना रहा हो. फिर एकाएक जोरों से हंसने लगता. बीच बीच में रामायण की चौपाई बोलता. शायद पागल था. मैं चुपचाप सो गया. इस प्रसंग के आधार पर एक पटकथा तैयार करें. ഈ ഭാഗത്തെ ഈ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പടുക്കഥ തയ്യാറാക്കുക. ഈ രീതിയിലൊക്കെയാണ് എക്സാമിന് പടുക്കഥ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മുടെ പാഠഭാഗത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് ആ ഭാഗത്തെ ആസ്പദമാക്കിയിട്ട് പടുക്കഥ തയ്യാറാക്കാനാണ് പറയാറുള്ളത്. പടുക്കഥയുടെ ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഫോർമാറ്റ്. പടുക്കഥ എഴുതുമ്പോൾ ആദ്യം സീൻ കൊടുക്കണം. സ്ഥാൻ എവിടെയാണോ ആ പറഞ്ഞ സംഭവം നടക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്. സമയം അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം കൊടുക്കുക, അല്ലെങ്കിൽ ഏകദേശം ഒരു സമയം കൊടുക്കുക. പാത്ര ആ ഭാഗത്ത് വരുന്ന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്, ആ കഥയെ ആസ്പദമാക്കി വരുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്. ഉംർ അവരുടെ വയസ്സ്, വേഷഭൂഷ അവരുടെ വസ്ത്രം, വിവരൺ എന്ത് വിവരണമാണോ അവിടെ ഉള്ളത്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കൊടുക്കുക. പിന്നീട് അവിടെ നടന്ന സംവാദങ്ങൾ കോൺവെർസേഷൻ കൊടുക്കുക. അവസാനം ദൃശ്യ സമാപ്ത് ഇങ്ങനെയും എഴുതി കൊടുക്കുക. ഇതാണ് പടുക്കഥയുടെ ഫോർമാറ്റ് എല്ലാവരും പഠിച്ചിരിക്കണം. നോക്കൂ, ഇവിടെ സീൻ ദോ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ദൃശ്യം 2. സ്ഥാൻ ഇവിടെ സീൻ 1, 2 ഒക്കെ കൊടുക്കാം. സ്ഥാൻ പത്തോടാക്കെ മന്ദിർ കാ ബരാമദ. ആ സംഭവം നടന്നത് എവിടെയാണ്? പത്തോടയിലെ ക്ഷേത്രത്തിന്റെ വരാന്തയിൽ അല്ലെ. സമയ രാത്രി 11 ബജെ. രാത്രിയിൽ അവര് അവിടെ ഉറങ്ങിയപ്പോഴാണ് ആ സംഭവം അല്ലെ. അപ്പൊ രാത്രി 11 ബജെ. കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ലേഖകനും ചോട്ടുവും ആ അപരിചിതനായ വ്യക്തിയും. ഉംർ അവരുടെ വയസ്സ്, ലേഖക് കരീബ് 50 സാൽ ഏകദേശം 50 വയസ്സ്, ചോട്ടു കരീബ് 20 സാൽ, അപരിചിത വ്യക്തി 55 സാൽ. നെക്സ്റ്റ് ഇവരുടെ വേഷം. ലേഖക് കുർത്ത പത്തലൂൻ ജുബയും പാന്റും,
ചോട്ടു ടീഷർട്ട് പത്തലോൺ, ടീഷർട്ടും പാന്റും. ഇതൊക്കെ ഏകദേശം ഒരു നിങ്ങളുടേതായ അഭിപ്രായത്തിൽ കൊടുത്താൽ മതി. അപരിചിതനായ വ്യക്തി കുർത്ത പത്തലോൻ, ജുബയും പാന്റും. വിവരൺ, एक पागल आदमी मंदिर में आकर चिल्लाने लगता है. ഒരു ഭ്രാന്തനായ വ്യക്തി ക്ഷേത്രത്തിൽ വന്നിട്ട് ബഹളം വെക്കാൻ തുടങ്ങുന്നു. വഹ് പിട്ടു ഉസെ ഏക്ക് ഏക്ക് ചീസ് നികാൽ കർ ഫേങ്കിനെ ലഗ. അയാൾ പെട്ടിയിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ എടുത്ത് എറിയാൻ തുടങ്ങുന്നു. അതാണ് വിവരണം, അതാണ് അവിടെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് സംവാദം. അവിടെ എന്ത് കോൺവെർസേഷൻ ആണോ നടന്നത്, എന്ത് സംവാദമാണോ നടന്നത്, അതാണ് കൊടുക്കേണ്ടത്. സംവാദ്. പാഗൽ ആദ്മി, ഭ്രാന്തനായ വ്യക്തി. വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിന്റെ പേര്? ചോട്ടുവിനോടാണ് ചോദിച്ചത് അല്ലെ. ചോട്ടു സഹമത്തെ ഹുയെ, ഒരൽപ്പം ഭയപ്പെട്ടുകൊണ്ട്. സോറി, ക്ഷമിക്കണം. മുझे അംഗ്രേസി നഹി ആത്തി, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. പാഗൽ ആദ്മി, ലേഖകസെ, ലേഖകനോട്. തും ക്യാ കർത്തേ ഹെ, തും ക്യാ കർത്തേ ദേ, നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത്, എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ലേഖകൻ, മേം ശിക്ഷകത, ഞാൻ അധ്യാപകനായിരുന്നു. ബച്ചോം കോ പഠാത്താത, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അബ് റിട്ടയർ ഹോ ഗയാഹും, ഇപ്പോൾ ഞാൻ റിട്ടയർ ആയിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ വിരമിച്ചിട്ടുണ്ട്. പാഗൽ ആദ്മി, കുച്ച് ദേർ സോച്ചിനെ കെ ബാദ്, കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം. അച്ഛാ, ശരി. സോജാവോ, ഉറങ്ങിക്കോളൂ. ലേഖകൻ, അച്ഛാ, ശരി. ചോട്ടു, ക്യാ അബ് ഹം സോജാവും, ഇനി ഞങ്ങൾ ഉറങ്ങിയാലോ? പാഗൽ ആദ്മി, ഹാം സോജാവോ, അതെ, ഉറങ്ങിക്കോളൂ. ദൃശ്യ സമാപ്ത്, ദൃശ്യം അവസാനിച്ചു. ഇത്രയാണ് പടുക്കഥ കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പടുക്കഥയാണ്. മക്കൾ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ ഡിയേഴ്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്